നമസ്കാരം സുഹൃത്തുക്കളെ, KSEBയിലെ ഫീൽഡ് ജീവനക്കാരുടെ പ്രൊമോഷൻ, അതിൽ ഇലക്ട്രിസിറ്റി വക്രമാണ് പ്രൊമോഷൻ. സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി റെഗുലേഷന്റെ പേരിൽ നാളുകളായി തടഞ്ഞു വെച്ചിരിക്കുക. ആ റെഗുലേഷൻ സംബന്ധിച്ച് അതൊരു നീണ്ട കഥയാണെങ്കിൽ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം എല്ലാവർക്കും പ്രൊമോഷൻ കൊടുക്കാമായിരുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഇലക്ട്രിസിറ്റി വർക്കേഴ്സിന്റെ പ്രൊമോഷൻ മാത്രം കൊടുത്തിട്ടില്ല. ഇപ്പൊ ഏറ്റവും അടുത്തിടെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വന്നു. സുപ്രീം കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി അപ്പാടെ ശരിവെച്ചിരിക്കുക. ഹൈക്കോടതിയുടെ വിധി പറയുന്നത് നിലവിലുള്ളവരെ സംരക്ഷിക്കാം. അത് രണ്ടായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 31/2013 വരെയുള്ളവരെ ട്രൈപാർട്ടി എഗ്രിമെന്റും അതിനുശേഷമുള്ളവരെ റെഗുലേഷൻ 116 അനുസരിച്ച് സംരക്ഷിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പൊ ട്രൈപാർട്ടി എഗ്രിമെന്റ് അനുസരിച്ചുള്ളവരുടെ വന്നെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊമോഷൻ കൊടുത്തു, ടൈം 1 ഒക്കെ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ ഇതാ AGക്ക് ലീഗൽ ഒപ്പീനിയൻ എഴുതിയിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടും അത് വായിച്ചാൽ മനസ്സിലാകുന്നില്ല എന്ന് ആരെടുത്ത് പറയും? അഡ്വക്കേറ്റ് ജനറൽ അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ ഇട്ടിരിക്കുക. അക്കൗണ്ടന്റ് ജനറൽ അല്ല, അഡ്വക്കേറ്റ് ജനറൽ. KSEBയുടെ ആസ്ഥാന മന്ദിരത്തിൽ വളരെ നിയമവിദഗ്ധന്മാരെ 7ാം നിലയിൽ വെച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ നിന്ന് വരെയുള്ളവരെ ഇരുത്തിയിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ ലെവലിലുള്ള ലോ ഓഫീസറുണ്ട്. ഇവരെല്ലാം ഉള്ളപ്പോഴാണ് AGയുടെ ഒപ്പീനിയൻ വേണ്ടി വിട്ടിരിക്കുക. സുപ്രീം കോടതി വിധി നടപ്പിലാക്കണോ എന്ന് ആലോചിക്കുക. സുപ്രീം കോടതി വിധിയോടുള്ള ഒരു അവഗണനയാണ്. അപ്പൊ ആ കത്ത് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ, ബോർഡ് അയച്ചിരിക്കുന്ന കത്താണ്. അഡ്വക്കേറ്റ് ജനറലിനെ ഒപ്പീനിയൻ വാങ്ങണമെന്നും ജനറലിന്റെ ഒപ്പീനിയൻ വാങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ബോർഡ് അയച്ചിരിക്കുന്ന കത്താണ്. പ്രൊമോഷൻ കൊടുക്കാമോ, സുപ്രീം കോടതി വിധി ശരിയാണോ, അതൊന്ന് അതിനെക്കുറിച്ച് പരാമർശം നടത്തണമെന്നാണ്. ഈ കത്ത് കൊടുത്തത് 18/3/2022 ബോർഡ് കത്ത് കൊടുത്തത്. അപ്പൊ ഇന്നിപ്പോ എത്ര ദിവസമായി? 14 20 ദിവസം. 20 ദിവസമായിട്ട് മറുപടി കിട്ടിയില്ല എന്നാരെടുത്ത് പറയും? അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ് ആണ്. ഈ കത്ത് നേരെ വൈദ്യുതി ഭവനിൽ നിന്ന് ഇറങ്ങി നടന്നു പോയാലും മറുപടി കിട്ടും. കാരണം ഇടതുപക്ഷം ഇരുത്തിയ മന്ത്രി, ചെയർമാൻ, ഗവൺമെന്റ്, ബോർഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എല്ലാവരുമാണ്. അഡ്വക്കേറ്റ് ജനറൽ അത് തന്നെയാണ്. നേരെ അറിയാത്തിരിക്കുന്ന അദ്ദേഹം മറുപടി കൊടുക്കേണ്ടതാണ്. കാരണം ഇത് മറുപടി കൊടുക്കാൻ പേടിക്കാനൊന്നുമില്ല, ആർക്കും തർക്കമൊന്നുള്ള കാര്യമല്ല. 20 ദിവസമായിട്ടും അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന് മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ളത് പരിതാപകരമാണ്. ജീവനക്കാരോടുള്ള അവഗണനയാണ്. അപ്പൊ അതിനകത്ത് വളരെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എല്ലാവരെയും സംരക്ഷിക്കാവുന്ന ഹൈക്കോടതി വിധി അതേപടി അംഗീകരിച്ചു. ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത് റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവാണ്. റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് എന്നത് 29/12/2016. ആ ഉത്തരവിൽ പറയുന്നത്, ഫ്യൂച്ചർ റിക്രൂട്ട്മെന്റ്സ് ഓഫ് എംപ്ലോയീസ് ആർ ഇൻ ട്യൂൺ വിത്ത് ദ സേഫ്റ്റി റെഗുലേഷൻ എന്ന് പറയുന്നുള്ളൂ. ഇനിയുള്ള നിയമനത്തിൽ സേഫ്റ്റി റെഗുലേഷൻ അനുസരിച്ചുള്ള നിയമനം വേണമെന്നാണ്. ഇനിയുള്ള നിയമനത്തിന്റെ ക്വാളിഫിക്കേഷൻ ആണ് നിശ്ചയിക്കേണ്ടത്. അതുപോലെ നെസസറി ഇൻ സർവീസ് സഫിഷ്യന്റ് ട്രെയിനിങ് നൽകണം എന്ന് പറയുന്നു. ആ ഉത്തരവിനെയൊന്നും ആരും ചോദ്യം ചെയ്തിട്ടില്ല. അതിനെതിരെ എതിർ കക്ഷികൾ ആപ്റ്റയിൽ ചോദ്യം ചെയ്തു, ഞങ്ങളുടെ കക്ഷി കയറുന്നു. അത് വിധിയൊന്നും വന്നിട്ടില്ല. ഇപ്പൊ സുപ്രീം കോടതി വിധി വന്നതുകൊണ്ട് ഇനിയും അതിനകത്ത് സാധ്യതയില്ല. അപ്പൊ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയാണ് നമുക്കിപ്പം ബാധകം. അതുപോലെ തന്നെ ഈ 31/10/2013 മുമ്പുള്ളവർക്ക് സേഫ്റ്റി കുഴപ്പമില്ല, അതിന് ശേഷമുള്ളവർക്ക് സേഫ്റ്റിക്ക് ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറയുന്നത് ഇവിടെ അത് സാമാന്യ ബുദ്ധി വേണ്ടേ? അതുകൊണ്ടാണല്ലോ കോടതി രണ്ടായിട്ട് തിരിച്ച് പറഞ്ഞെങ്കിലും, കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക, കുഴപ്പമുണ്ടോ. അതായത് എന്താണ് പറയുന്നത്? ഇവർക്ക് ആത്മവിശ്വാസമില്ല ഈ വിഷയത്തിൽ. 31/10/2013 ശേഷം കയറിയവരും അവരുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 31/10/2013 മുമ്പാണ്. ജീവനക്കാർക്ക് നോട്ടിഫിക്കേഷൻ റൈറ്റ് ഉണ്ട്. ഇപ്പൊ NPS-ലുള്ള കുട്ടികൾ, നമ്മുടെ വർക്കേഴ്സ്, അവർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കിട്ടാനുള്ള അർഹതയുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അംഗീകരിച്ചതാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിധി. നിരവധി വിധികൾ വേറെയുണ്ട്.
ഞങ്ങൾ ബോർഡിന് 3 കത്ത് കൊടുത്തിട്ട് ബോർഡ് ഒരു മറുപടി നൽകി. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. ആ ഒരു കേസ് ബോർഡിനോട് തീരുമാനമെടുക്കാൻ പറഞ്ഞപ്പോൾ ബോർഡ് പറഞ്ഞു നടക്കില്ല, അത് വേറെ സിറ്റുവേഷൻ ആണ് പറയുന്നത്. ഡൽഹിയിലെ സിറ്റുവേഷൻ അല്ല കേരളത്തിലെ. അത് ശരിയാണ്, ഡൽഹിയിൽ കോവിഡ് കുറഞ്ഞപ്പോഴും കേരളത്തിൽ കോവിഡ് കൂടി. ഇത് പ്രൊമോഷന്റെ കാര്യത്തിൽ ആ സിറ്റുവേഷൻ ഒന്നും NPSന്റെ കാര്യത്തിൽ ആ സിറ്റുവേഷൻ ഇന്ത്യ ഒട്ടും ഒന്നാണ്. അങ്ങനെ ബോർഡ് ആദ്യത്തെ കേസ് തള്ളി. രണ്ടാമത് ഞങ്ങൾ വീണ്ടും കൊടുത്തു. ആ കേസിൽ വാദം നീട്ടി അവസാനം വിധി പറയാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ സമയം നൽകി. വീണ്ടും തൊട്ടടുത്ത ദിവസം വിധി ജഡ്ജ്മെന്റ് റിസർവ് ഫോർ ജഡ്ജ്മെന്റ് എന്ന് വെച്ച ദിവസം ബോർഡിന്റെ അഡ്വക്കേറ്റ് കയറി ഘോരമായിട്ട് വാദിച്ചു. തൊഴിലാളികൾ അറിയാം, ഘോരമായിട്ട് ബാധിച്ചു. എന്താണ് ബാധിച്ചത്? ബോർഡിന് സാമ്പത്തിക നഷ്ടം, ബാധ്യതയുണ്ടാകും, കടക്കണിയിൽ നിൽക്കുന്ന ബോർഡിനെ ഇതിൽ നിന്ന് രക്ഷിക്കണം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ബോർഡ് തകരുമെന്നാണ് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊടുത്താൽ ബോർഡ് എവിടെ തകരുന്നത്? കാരണം ഇപ്പൊ പൈസ കൊടുക്കണ്ടല്ലോ, ഇപ്പോൾ പൈസ ഡിപ്പോസിറ്റ് ചെയ്യണ്ടല്ലോ. NPSകാർക്ക് മന്ത്ലി ഡിപ്പോസിറ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഇത് കൊടുക്കാതിരിക്കാൻ ഞാൻ ആരെന്നൊന്നും പറയുന്നില്ല. ബോർഡിനെ ഉന്നത തലത്തിൽ നിന്നും സ്റ്റാൻഡിംഗ് കൗൺസിലിന് ഡയറക്ഷൻ കൊടുത്തു. ഇത് ബോർഡിന് നഷ്ടം വരുന്ന സംഭവമല്ല, നിങ്ങൾ എതിർക്കരുതെന്ന് പറഞ്ഞിട്ട് പോലും ഈ കേസിൽ ജീവനക്കാർക്കെതിരെ ഇവിടെ നിന്നുവെങ്കിൽ ഇതിന് പിന്നിൽ ആരാണെന്ന് ഞാൻ പറയുന്നില്ല, തൊഴിലാളി തിരിച്ചറിയണം. കാരണം ഈ വിധി ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ ക്രെഡിറ്റ് ഒന്നും വേണ്ട. അതിന്റെ പേരിൽ ഞങ്ങൾക്ക് വോട്ട് വേണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ വോട്ടിന് വേണ്ടിയിട്ടൊന്നുമല്ല ഇത് റഫറൻഡ് എപ്പോഴല്ല പ്രഖ്യാപിച്ചു. കേസ് കൊടുത്തിട്ട് 2 വർഷമായി. ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല. അപ്പൊ ഈ കേസ് ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? നോട്ടിഫിക്കേഷൻ റൈറ്റ് വന്നാൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊടുക്കണമെന്ന് മാത്രമല്ല പ്രൊമോഷനും കൊടുക്കണം. ഒരു ഒപ്പീനിയനും ഇല്ല, വേണ്ട. അല്ലെങ്കിൽ നിലവിൽ ഒപ്പീനിയൻ വേണ്ട, അത് വേറെ വിഷയം. എന്നിട്ട് ഒപ്പീനിയൻ വിട്ടു. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ പുഴയും. കഴിഞ്ഞ മിനിഞ്ഞാന്ന് കോടതി വന്നപ്പോൾ വിധി വരുന്നതാണ്. അങ്ങനെ ഉച്ച കഴിഞ്ഞ് വീണ്ടും വാദം വെച്ച് അവസാനം ജഡ്ജി റിസർവ് കോടതി ജഡ്ജിമെന്റ് വെച്ചിരിക്കുക. ഇനിയിപ്പോ വാദമൊന്നുമില്ല, ഇനിയിപ്പോ വിധി പറയുള്ളൂ. അപ്പൊ അവിടെ ഇവിടെ എല്ലാം തന്നെ ഈ വർക്കേഴ്സിന്റെ കാര്യത്തിൽ എന്താണ് ഇത്ര കൊടുക്കാൻ നമുക്ക് മടി എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. കോടതി വിധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഹൈക്കോടതി വിധി പറഞ്ഞേക്കുന്ന റെഗുലേഷൻ 114 ചെയ്യാവുന്ന. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞാൻ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയിൽ നിന്ന് ഞാൻ RI ആക്ട് കൊടുത്ത് മറുപടി മേടിച്ചു. അതായത് ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ റെഗുലേഷൻ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ടു RI ആക്ട്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടത് 3 ക്വസ്റ്റ്യനാണ് ഇട്ടത്. നമ്പർ ഓഫ് സ്റ്റേറ്റ് പവർ യൂട്ടിലിറ്റീസ് അണ്ടർ ഗവൺമെന്റ് ഹു ഹാവ് ഇംപ്ലിമെന്റഡ് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി റെഗുലേഷൻ 2010 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് യൂട്ടിലിറ്റീസ് ആണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത്. പിന്നെ അടുത്ത ചോദ്യം CA എവിടെയൊക്കെ നടപ്പിലാക്കി, പിന്നെ ക്രോസ് റെഗുലേഷൻ 6, 7 ഏതൊക്കെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ ചോദ്യം ചോദിച്ചു. അപ്പോൾ എനിക്ക് ആദ്യം ഒരു മറുപടി തന്നു, ഞങ്ങൾ നിങ്ങളുടെ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്, ഉടൻ മറുപടി തരും. രണ്ടാമത് ബോർഡിലാണ്, നമ്മുടെ KSEB-യിലാണ് കേട്ടോ RI ആക്ട് ചോദിച്ച മറുപടി കൊടുക്കാൻ വേണ്ടി. അവിടെ നിന്ന് രണ്ടാമത് വീണ്ടും കഴിഞ്ഞ ദിവസം എനിക്ക് വീണ്ടും മറുപടി വന്നു. അതായത് അവർ പറഞ്ഞേക്കുന്നത് ഞാൻ അരി എത്രയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പയറ് അരിയുന്നു. കാരണം അവർക്ക് ഉത്തരവില്ലാത്തതുകൊണ്ട് കേട്ടോ, അവർ മനഃപൂർവ്വമൊന്നുമല്ല, നമ്മളെപ്പോലൊന്നുമല്ല. അവർ ചോദിച്ച ചോദ്യം ഇന്ത്യയിലെ ഏതൊക്കെ സ്റ്റേറ്റിൽ നടപ്പിലാക്കിയെന്ന് ഞാൻ ചോദിച്ചു. ഒരു സ്റ്റേറ്റിൽ നടപ്പിലാക്കിയില്ല, നടപ്പിലാക്കിയാൽ എന്റെ സ്റ്റേറ്റിന്റെ പേര് പറയാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ അപ്പീൽ കൊടുക്കുന്നുണ്ട്. അവരെഴുതി തന്നേക്കുന്നത് ഇതാണ്, ആസ് പെർ സെക്ഷൻ 1 of LCT 2003 ഈ ആക്ട് ഇന്ത്യയിൽ എല്ലായിടത്തും ബാധകമാണ്, ജമ്മു ആൻഡ് കാശ്മീർ ഒഴിച്ച്. മാറേ ഓടയാന്ന് പറഞ്ഞ ആക്ടിലെ കുറെ സെന്റൻസ് എല്ലാം കൂടെ എഴുതി തന്നിരിക്കും. അല്ല, ഞാൻ ചോദിച്ചത് ഇന്ത്യയിൽ ഏതൊക്കെ സ്റ്റേറ്റിൽ റെഗുലേഷൻ നടപ്പിലാക്കിയെന്ന്. അവർക്ക് ഉത്തരം തരാൻ അവിടെ ബുക്കിലുണ്ടെങ്കിൽ അവർക്ക് തരാൻ പറ്റൂ. ആരെങ്കിലും നടപ്പിലാക്കിയെന്ന് ബോധം വന്നാലേ അവർക്ക് തരാൻ പറ്റൂ. അപ്പൊ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടപ്പിലാക്കാത്ത ഒരു റെഗുലേഷന്റെ പേരിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് അതറിയാം. അതുകൊണ്ടാണല്ലോ വാദത്തിന് ശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി തന്നിട്ടും വീണ്ടും AG-യുടെ ഒപ്പീനിയൻ കിട്ടും. സുപ്രീം കോടതിയുടെ വിധി നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ അറിയാം. ആ വിധിയുടെ പേജ് 10 ഞങ്ങളുടെ അഡ്വക്കേറ്റിന്റെ കണ്ടൻഷൻ പറയുന്നു. അദ്ദേഹം പറഞ്ഞേക്കുന്നത് സർവീസ് കണ്ടീഷൻ എല്ലാവർക്കും ബാധകമാണ്. സർവീസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സർവീസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു കണ്ടീഷൻസ് പറയുന്നുണ്ട്. അത് ജീവനക്കാർക്ക് മൊത്തത്തിൽ ബാധകമാണ്. അതാണ് ജഡ്ജ്മെന്റ് അവസാനം നോക്കിക്കോ. ഏറ്റവും പേജ് ലാസ്റ്റ് 37ാമത്തെ പേജിൽ ഇതുണ്ടോ, ഫോർ ദ reasons the appeals are dismissed. പരാതിക്കാരന്റെ അപ്പീലെ ഡിസ്മിസ് ചെയ്തു. SLP ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ടൻഷൻ്റെ അകത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഈ നിലവിലുള്ളവരെ റിവേർട്ട് ചെയ്യണം, അവർക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല, ഡിപ്ലോമ ഉള്ളവർക്ക് കൊടുക്കാവുന്നതൊക്കെ പറഞ്ഞു. കോടതി അവരുടെ മൊത്തം തള്ളി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? അതാണ് ഒപ്പീനിയൻ എന്ന് പറയുന്നത്.
ഞാൻ പല അഡ്വക്കേറ്റ്സുമായിട്ട് സംസാരിച്ചു, ഡിസ്കസ് ചെയ്തു. ഈ ഓർഡറുകൾ, ഇത് സിംഗിൾ ബെഞ്ചിന്റെ ഓർഡർ, റെഗുലേറ്ററി കമ്മീഷന്റെ ഓർഡർ, ഇതെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പീൽ സാർ, അതായത് അവരുടെ എന്തെങ്കിലും പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ട് കൂടെ അതിനകത്ത് എഴുതേണ്ടിയിരുന്നു, എഴുതിയിട്ടില്ല. അപ്പീൽസ് ഡിസ്കസ്, അവർ പറഞ്ഞ പോലെ ഡിസ്കസ് ചെയ്തിരിക്കുക, ഹൈക്കോടതി വിധി അംഗീകരിച്ചിരിക്കുക. റെഗുലേഷൻ 116 അനുസരിച്ച് 31 ശേഷമുള്ളവരെയും പ്രൊട്ടക്ട് ചെയ്യാം, അല്ലാത്തവരെ ഇലക്ട്രിസിറ്റി ആക്ട് അനുസരിച്ച് പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞ്. ഞങ്ങൾ കിട്ടിയ ഒപ്പീനിയൻ അനുസരിച്ച് എല്ലാവരെയും ഇലക്ട്രിസിറ്റി ആക്ട് അനുസരിച്ച് നമ്മുടെ നോട്ടിഫിക്കേഷൻ തയ്ക്കുള്ളതുകൊണ്ട് എല്ലാവരെയും റെഗുലേഷന്റെ ആവശ്യവുമില്ല, അല്ലാതെ പ്രൊട്ടക്ട് ചെയ്യാം. അങ്ങനെയുള്ളപ്പോഴാണ് എ ജിക്ക് എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പോകുമ്പോൾ എ ജിക്ക് കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താൽ കൊള്ളാം, ഭരണകക്ഷിക്കാരോട് ഞാൻ പറയാം. അപ്പൊ അവിടെ എക്സംഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം സർവീസ് കണ്ടീഷനുണ്ടോ, ജഡ്ജ്മെന്റ് അവസാനത്തെ സെന്റൻസിൽ ഞങ്ങളുടെ അഡ്വക്കേറ്റ് വാദിച്ച പോയിന്റ് ആണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. സർവീസ് കണ്ടീഷൻസ് എല്ലാവർക്കും ബാധകമാണ്. അത് 31 ശേഷമുള്ളവർക്കും അവർക്ക് സർവീസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ നോട്ടിഫിക്കേഷൻ അതിന് മുമ്പായതുകൊണ്ട് അവർക്കും ഈ ഇലക്ട്രിസിറ്റി ബോർഡിലെ സർവീസ് കണ്ടീഷൻ ബാധകമാണ്. നമ്മുടെ ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഒക്കെ ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടി ടെസ്റ്റ് എഴുതിയവരല്ല. അവര് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് PSC വിളിച്ച ആപ്ലിക്കേഷൻ കണ്ട് അപേക്ഷ നൽകി ടെസ്റ്റ് എഴുതി ജയിച്ചു വന്നവരാണ്. അപ്പൊ അവർക്ക് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ എല്ലാ പരീക്ഷയും ഉണ്ടായിരിക്കണം. അതാണ് നിയമ ഒപ്പീനിയൻ. ഞാൻ ഒപ്പീനിയൻ മേടിച്ചതാണ്. മാത്രമല്ല, അത് അല്ലെങ്കിൽ പോലും അവരെ റെഗുലേഷൻ അനുസരിച്ച് ചെയ്യാം. റെഗുലേഷൻ 116 അനുസരിച്ച് എന്തെങ്കിലും ഗവൺമെന്റ് ഓർഡർ ഇറക്കിയാൽ മതി. അതും ഈ ജഡ്ജ്മെന്റ് പറയുന്നുണ്ട്, ഗവൺമെന്റ് ഓർഡർ, ഗവൺമെന്റ് ഫുൾ പവർ ഉണ്ട്. ആ ഗവൺമെന്റ് ഓർഡർ ഇറക്കാനുള്ള ഒരു ഡ്രാഫ്റ്റ് നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടുണ്ടോ? ഭരണകക്ഷി സംഘടനക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, മാനേജ്മെന്റിനോട് ചോദിക്കുകയാണ്, ഇതുവരെ ഇതിന്റെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയോ? അതിന്റെ ഒരു ഡ്രാഫ്റ്റ് തരാമെന്ന് ചെയർമാൻ പറഞ്ഞ് യോഗം വിളിച്ചപ്പോൾ തന്നത് ഇതാണ്. അപ്പൊ ഡ്രാഫ്റ്റ് തരാൻ തുടങ്ങിയതിനെ പോലും നിങ്ങൾ തകിടം മറിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ ഗവൺമെന്റ് ഓർഡർ ഇറക്കണമെന്ന് കഴിഞ്ഞ 2 വർഷമായി, 1.25 വർഷമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേസ് നടക്കുമ്പോൾ ആ ഡ്രാഫ്റ്റ് ഗവൺമെന്റ് ഓർഡർ ഇറക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഗവൺമെന്റ് ഓർഡറിനകത്ത് ഇനിയൊരു കോഡിഫിക്കേഷൻ പറയണം. ഇവർക്ക് എന്താണ് പറയാൻ മതി? ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. കാരണം റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവിനെതിരെ അപ്പീൽ പോകാത്തിടത്തോളം കാലം ഇനിയുള്ള കോഡിഫിക്കേഷൻ മിസ് ചെയ്യും. അല്ലേ കുഴപ്പമില്ല. അപ്പൊ പിന്നെ അത് പറയാത്തിടത്തോളം കാലം ഈ സുപ്രീം കോടതി വിധിക്കെതിരാണ് ബോർഡ് പറയുന്നത്. അപ്പൊ അത് ചെയ്യാത്തതാണ് വിഷയം. അപ്പൊ ഇവിടെ ഗവൺമെന്റ് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. അല്ലാതെ കോടതിയുടെ പണി എന്തുവാ, ഇവിടെ വർക്കറെ ലൈൻമാനൊക്കെ ഇന്ന പ്രൊമോഷൻ കൊടുത്തു, വർക്കറെ ലൈൻമാൻ ആക്കിക്കൂ, ലൈൻമാൻ അങ്ങനെ കോടതി പറയുമോ? ജഡ്ജ്മെന്റ്സ് ഒക്കെ വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. കോടതി ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും കോടതിക്കും കാര്യങ്ങൾക്ക് അറിയാം, കാര്യങ്ങൾക്ക് മനസ്സിലായി. ഇവരെന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? സുപ്രീം കോടതിയിൽ വാദം നടന്നിരുന്നപ്പോൾ ഇവർ പറഞ്ഞത് എന്താണ്? അവിടെ എന്തോ വാക്കാൽ പരാമർശം കൊടുക്കുന്നു, എന്തുവാ പ്രൊമോഷൻ ഇറക്കരുത്. ആ വാക്കാൽ പരാമർശം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കൂലേ? ഈ ജഡ്ജ്മെന്റിൽ എൽസിറ്റി വർക്കേഴ്സ് നിങ്ങൾ ആരെ കാണിച്ചു നോക്കി? ഈ ജഡ്ജ്മെന്റിൽ എവിടെയെങ്കിലും ഈ വാക്കാൽ പരാമർശം ഞാൻ നോക്കി കേട്ടോ, ഞാൻ 2 പ്രാവശ്യം വായിച്ചിട്ട് കണ്ടില്ല, ഇനി കാണാത്തതാണെന്ന് എനിക്കറിയില്ല. ഒരിടത്തും വാക്കാൽ പരാമർശം ഒന്നും പറയുന്നില്ല. അപ്പൊ വാക്കാൽ പരാമർശം നടത്തി എന്ന് പറയുന്നു. അപ്പൊ സുപ്രീം കോടതി ശോഭിക്കുമെന്ന് പറയുന്നു. സുപ്രീം പണ്ട് ഹൈക്കോടതി വിധി വന്നപ്പോൾ പ്രൊമോഷൻ ഇറക്കാതിരുന്നതിന്റെ കാരണം എന്താ? 1 മാസം കിട്ടിയിട്ട് പ്രൊമോഷൻ ഇറക്കിയിരുന്നെങ്കിൽ ഇന്നുള്ള ഈ ഇപ്പൊ പ്രൊമോഷൻ കിട്ടിയവർക്കൊക്കെ ഇൻക്രിമെന്റ് കിട്ടിയതിനുള്ള നഷ്ടപ്പെടുത്തിയില്ലേ? ഇപ്പൊ അവർക്ക് പ്രൊമോഷൻ ഇറക്കിയല്ലോ. സുപ്രീം കോടതി വിധി വന്നപ്പോൾ സുപ്രീം കോടതി വിധി എന്താ പറഞ്ഞുള്ളൂ? ഹൈക്കോടതി വിധി അംഗീകരിച്ചെന്നല്ലേ പറഞ്ഞുള്ളൂ. അപ്പൊ ഹൈക്കോടതി വിധി അംഗീകരിച്ചെന്ന് പറഞ്ഞാൽ അന്ന് ഹൈക്കോടതി വിധി 14/7/2020 വന്നു. 26/8/2020 SLP വന്നത്. ഇതിനിടയ്ക്ക് ഇറക്കാതിരുന്നത് അതാണ് കുഴപ്പമാണ്. INTC എവിടെ ഒപ്പിടാതിരുന്നതാണോ? ഇനി അത് പറയുന്ന ആളെ അന്ന് ഇറക്കാൻ പറ്റാതിരുന്ന INTC എവിടെ ഒപ്പിട്ടില്ല. പ്രൊമോഷൻ ഇറക്കുന്ന യൂണിയൻ ഒപ്പിട്ടാണ് ഞാൻ ഇപ്പോഴായി. ഏതായാലും ഇത് ജീവനക്കാരെ കബളിപ്പിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയാണെങ്കിലും ഞാൻ ഒരു കാര്യം തുറന്നു പറയുകയാണ്, നിർത്തുകയാണ്. AG ഇതിന്റെ മറുപടി നിങ്ങൾ കൊടുത്തിരിക്കുകയാണ്. മറുപടിയുടെ ആവശ്യമൊന്നുമില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ വിധി അനുസരിച്ച് ഇന്ന് വേണമെങ്കിൽ പ്രൊമോഷൻ ഇറക്കാം. നിങ്ങൾ പ്രൊമോഷൻ ഇറക്കണം, അതിനെ മുന്നോട്ട് പോകണ്ട. റെഫറൻഡം എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ഷൻ പോലെ കോഡ് ഓഫ് കോണ്ടാക്ട് ഒന്നും ബാധകമല്ല. പക്ഷേ പ്രൊമോഷൻ ഇറക്കുമ്പോൾ ആൾക്കാരെ ട്രാൻസ്ഫർ ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് 2000-ലധികം വർക്കേഴ്സിന്റെ പ്രൊമോഷൻ അവരെ അതാത് സ്ഥലത്ത് തന്നെ നിർത്തിയേക്കണം. ഇനിയിപ്പോൾ ഏതായാലും 10-25 ദിവസം വരെ ഉള്ളൂ റെഫറൻഡം തീരാൻ, ഇലക്ഷൻ തീരാൻ. ആ 25 ദിവസം നമ്മുടെ ഇത്രയും വർക്കേഴ്സിനെ അവിടെ നിർത്തിക്കൊണ്ട് ബോർഡ് നശിക്കാനൊന്നും പോകുന്നില്ല. കാരണം ഇതിപ്പോൾ കേരള ഗവൺമെന്റ് 1ാം പാർട്ടിയോടനുബന്ധിച്ച് 14 ജില്ലയിൽ സ്റ്റാളുണ്ട്. ഓരോ സ്റ്റോളിലേക്കും 2000 kVയുടെ ട്രാൻസ്ഫോമർ വെച്ച് ബോർഡ് ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. പൈസ കിട്ടുമെന്നൊക്കെ പറയുന്നത്, കൊടുത്തിട്ടില്ല.
അതുപോലെ ബോർഡിന്റെ PRO അവിടെ വെച്ചിട്ടുണ്ട്. അതിനേതാണ്ട് 7 ലക്ഷം രൂപ എടുത്ത് മുടക്ക് വരും, 14 ഇല്ലേലും വരും. അപ്പൊ അങ്ങനെ ബോർഡ് എന്തെല്ലാം പൈസ ഈടാക്കുന്നു. ബോർഡ് പൈസക്ക് പഞ്ഞമൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ അതുകൊണ്ട് ഒരു 2000 വർക്കേഴ്സിനെ പ്രൊമോഷൻ കൊടുത്ത് അതേ സ്ഥലത്ത് നിർത്തിക്കുമോ? അപ്പൊ CITUക്കാരോട് ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഭരണകക്ഷിയാണ്, നിങ്ങൾക്കാണ് ഇതിന് ക്രെഡിറ്റ്. ഇവർക്ക് മൊത്തം നിങ്ങളോട് വയ്ക്കൂലേ? ഞങ്ങൾക്ക് ഇതിനൊന്നുമില്ല. അതായത് ഞങ്ങളുടെ വില വെക്കാൻ നോക്കണ്ട. റഫറൻഡം വന്നുകൊണ്ട് പ്രൊമോഷൻ നടത്താൻ പാടില്ല ഞങ്ങൾ പറയുന്നില്ല. പ്രൊമോഷൻ നാളെ ഇറക്കണേലും ഞങ്ങൾ അതിന് നിങ്ങൾ ചേർക്കിയാൽ ഞങ്ങൾ എല്ലാ പിന്തുണയുണ്ട്. AGയുടെ ഒപ്പീനിയൻ്റെ ആവശ്യമില്ല. പ്രൊമോഷൻ എടുക്കുന്ന AGയുടെ ഒപ്പീനിയൻ ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ആ ഒപ്പീനിയൻ കിട്ടിയേ ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് 18-ാം തീയതി അയച്ചല്ലേ, നിങ്ങൾ ആ ഒപ്പീനിയൻ ഒന്ന് മേടിക്ക് പെട്ടെന്ന് ഇന്ന് തന്നെ പോയാൽ പോലെ മേടിച്ചുകൊണ്ട് നാളെ പ്രൊമോഷൻ ഇറക്കണം. ജീവനക്കാരുടെ അസംതൃപ്തിയാണ്, ജീവനക്കാരെ അസംതൃപ്തരാക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ വർക്കേഴ്സിന്റെ പ്രൊമോഷൻ ഇറക്കണം. INTC അതിന് എല്ലാ പിന്തുണയുണ്ട്. അത് എല്ലാ സംഘടനകളും അതിനെ അംഗീകരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.